അപ്പോൾ എല്ലാവർക്കും നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ പാർട്ട് 7ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് സ്റ്റോക്ക് ബ്രോക്കർ എന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എപ്പോഴും പഠിക്കുന്ന പോലെ തന്നെ ചെറിയൊരു സ്റ്റോറിയിലൂടെയാണ് നമ്മൾ ഇന്നും പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു മാർക്കറ്റ് അസ്യൂം ചെയ്യുക അല്ലെ. കൊച്ചി നഗരത്തിൽ ഒരു മാർക്കറ്റ് നിങ്ങൾ അസ്യൂം ചെയ്യുക അല്ലെ. കൊച്ചിയിൽ വലിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ മാർക്കറ്റിൽ എന്താണ്, പച്ചക്കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒന്നും അല്ല വിൽക്കുന്നത് അല്ലെ. നോർമൽ ഒരു മാർക്കറ്റിൽ പച്ചക്കറി, അതുപോലെ തന്നെ പച്ചക്കറി, അതുപോലെ തന്നെ ഫിഷ്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഉപ്പ്, പഞ്ചസാര ഒക്കെ ആയിരിക്കും വിൽക്കുന്നത്. പക്ഷെ ഈ ഒരു മാർക്കറ്റിൽ ഇതൊന്നുമല്ല വിൽക്കുന്നത്. കമ്പനീസിന്റെ ഷെയറുകളാണ് വിൽക്കുന്നത് അല്ലെ. കമ്പനികളുടെ ഷെയറുകൾ. അപ്പൊ ഷെയർ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഷെയർ രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് ഷെയറുകൾ ഡിവൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതുപോലെ തന്നെ അതിന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ ആയിട്ട് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. അപ്പൊ കൊച്ചിയിൽ വലിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു മാർക്കറ്റിൽ എന്താണ്, ഫിഷ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നുമല്ല കച്ചവടം ചെയ്തിട്ടിരുന്നത്. അവിടെ കമ്പനീസിന്റെ ഷെയറുകളാണ്, അല്ലെങ്കിൽ ഓഹരികളാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു മാർക്കറ്റിൽ കച്ചവടം ചെയ്തിട്ടിരുന്നത് അല്ലെ. അപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കണം എന്നുണ്ട് അല്ലെ. ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു കമ്പനിയിൽ ഷെയർ, അതിനർത്ഥം ഒരാൾക്ക് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ആ കമ്പനി ലാഭം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കും ആ ഒരു ലാഭത്തിന്റെ വിഹിതം കിട്ടും. അതുകൊണ്ടാണല്ലോ അയാൾ ആ ഷെയർ വാങ്ങിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചന്തയിൽ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ചന്തയിൽ ആർക്കെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾ നേരിട്ട് ഓഫീസിൽ പോകണം. അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു ഷെയർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ നേരിട്ട് ആ ഒരു കമ്പനിയിൽ പോകണം അല്ലെ. കമ്പനിയിൽ പോകണം, അതുപോലെ തന്നെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നീക്കണം അല്ലെ. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ ഒരുപാട് ദിവസം എടുത്തിരുന്നു അല്ലെ. അപ്പൊ അയാൾ തന്നെ ഒറ്റയ്ക്ക് നമുക്ക് നേരിട്ട് പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ. പേപ്പേഴ്സ് സൈൻ ചെയ്യണം, അയാളോട് ബാർഗൈൻ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഷെയറുകൾ വാങ്ങിക്കണമെന്ന്. അപ്പോഴാണ് ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്നൊരു കൺസെപ്റ്റ് വരുന്നത് അല്ലെ. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ലെ. അപ്പോഴാണ് നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഇന്നത്തെ ടോപ്പിക്കാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ലെ. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറി വരുന്നത് അല്ലെ, ഒരു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി വരുന്നത്. എന്താണ്, ഒരു വേഗത്തിൽ ഓടുന്നവരും അല്ലെ, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നീക്കുന്നവരും, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നീക്കി തരും. അതുപോലെ തന്നെ ട്രസ്റ്റബിൾ ആണ് അല്ലെ, വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരാണ് അല്ലെ, നല്ല രീതിയിൽ വരുന്ന ഒരാൾക്കാരാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. അതുപോലെ തന്നെ അവരെന്താണ്, ഈ മാർക്കറ്റിൽ നിന്ന് ഉറക്കി വിളിച്ചു പറയും അല്ലെ. എന്താണ്, നമുക്ക് ഇത്ര കമ്പനിയുടെ ഷെയറുകൾ വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ ഇത്ര കമ്പനിയുടെ സ്റ്റോക്കുകൾ വാങ്ങിക്കാനായിട്ട് ആളുണ്ട് എന്നൊക്കെ അവർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ഇവർക്ക് എന്താണ്, ആ കമ്പനികളിൽ സ്വന്തമായിട്ട് ഷെയറുകളൊന്നും ഇല്ല. പക്ഷെ ആ കമ്പനികൾ നല്ലതാണോ ചീത്തയാണോ എന്നും അവർ തീരുമാനിച്ചിരുന്നില്ല. പക്ഷെ എന്താണ്, അവരുടെ ഒരേ ഒരു ജോലി എന്താണ്, ഈ ഒരു വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെയും അതുപോലെ തന്നെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെയും, അതുപോലെ തന്നെ ബയേഴ്സ്, വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് ബയേഴ്സ്, അതുപോലെ തന്നെ വിൽക്കാൻ ആഗ്രഹിക്കുന്ന സെല്ലേഴ്സിനെ തമ്മിൽ എന്താണ്, കണക്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് അല്ലെ. കണക്ട്. അപ്പോൾ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറി ആണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഇവരെന്താണ്, ഈ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല, ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എന്താണ്, ഈ ജോലി അവർ ചെയ്യുന്ന ഈ ഒരു വർക്കിന് അവർ ചെറിയൊരു കമ്മീഷൻ ഈടാക്കും അല്ലെ. കമ്മീഷൻ. അപ്പൊ ഇതാണ് അവരുടെ ലാഭം അല്ലെ. ഈ ഒരു കമ്മീഷനാണ്. അപ്പൊ ആര് വാങ്ങിച്ചാലും ആര് വിറ്റ് കഴിഞ്ഞാലും എന്താണ്, അവർക്കൊരു കമ്മീഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് അവർ ഈ ഒരു വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണെന്നുള്ളത് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി, ഒരു ഇന്റർമീഡിയറി ആണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടി അല്ലെ. അപ്പോ നമുക്ക് നമ്മുടെ പ്രസന്റേഷനിലേക്ക് പോകാം. നമുക്ക് ജസ്റ്റ് ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഈ സ്റ്റോറിയിലൂടെ നമ്മുടെ ഡെഫിനേഷനിലേക്ക് പോകാം. The stock broker is probably one of the most financial intermediaries you need to know. A stockbroker is a corporate entity registered as a trading member with the stock exchange and holds a stockbroking license. SEBI grants the license through due diligence, and the broker is expected to comply with the rules prescribed by SEBI. അല്ലെ, ഇപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ട്രേഡിംഗ് അംഗമായിട്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് മെമ്പറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കോർപ്പറേറ്റ് സ്ഥാപനം, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എന്റിറ്റിയാണ് സ്റ്റോക്ക് ബ്രോക്കർ എന്ന് അല്ലെ. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ട്രേഡിംഗ് മെമ്പറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കോർപ്പറേറ്റ് എന്റിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് സ്റ്റോക്ക് ബ്രോക്കർ എന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപകന്, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് നേരിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ഓഹരി വാങ്ങിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ പറ്റില്ല.
നമുക്ക് ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു മിഡിലായിട്ട് അപ്പം നമ്മളുടെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ഇടയ്ക്ക് ഒരു പാലമായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുന്നയാളെയാണ് ഈ ഒരു സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഓഹരി വ്യാപാരം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തുന്നതിനുള്ള ഒരു ലൈസൻസ് കൂടി ഉള്ളൊരു ആളാണ് അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറി ആണ് ഈ ഒരു സ്റ്റോക്ക് ബ്രോക്കർ എന്നുള്ളത്. A stockbroker is your gateway to the stock markets to make investments in stocks, bonds, ETFs and mutual funds അല്ലെ. നമുക്ക് സ്റ്റോക്സ്, ബോൺസ്, മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോയി വാങ്ങിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ സ്റ്റോക്ക് ബ്രോക്കറിന്റെ അടുത്തേക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പോകേണ്ടത് അല്ലെ. ടു ട്രാൻസാക്ട് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് യു മസ്റ്റ് സെറ്റ് അപ്പ് വിത്ത് ദ ബ്രോക്കർ ഓഫ് യുവർ ചോയ്സ് അല്ലെ. നമുക്ക് ഒരു ബ്രോക്കറിനെ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ട്രാൻസാക്ട് ചെയ്യണം അല്ലെങ്കിൽ കമ്പനീസിന്റെ ഷെയറുകൾ വാങ്ങിക്കണം അല്ലെങ്കിൽ ബോണ്ടുകൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനുള്ള ഒരു ബ്രോക്കർ നമ്മൾ ചൂസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഒരു ബ്രോക്കറാണ്. അപ്പൊ കുറേയധികം സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഇന്ത്യയിലുണ്ട് അല്ലെ. മെനി സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആർ രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. യു ക്യാൻ ചൂസ് എ ബ്രോക്കർ ബേസ്ഡ് ഓൺ ദ പേഴ്സണൽ ക്രൈറ്റീരിയ അല്ലെ. നമുക്ക് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമുക്കൊരു ബ്രോക്കറിനെ ചൂസ് ചെയ്യണം. നമുക്ക് മാർക്കറ്റിൽ ട്രാൻസാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു സ്റ്റോക്ക് ബ്രോക്കർ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇഫ് യു പ്രോപ്പർലി ഫിൽട്ടേഴ്സ് ബേസ്ഡ് ഓൺ ദ പീപ്പിൾ സെലക്ട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ലെ. പീപ്പിൾ സെലക്ട് ചെയ്യുന്നത് പല പല ക്രൈറ്റീരിയാസ് അനുസരിച്ചിട്ടാണ്. ദ സിംപ്ലിസിറ്റി ഓഫ് ദ ബ്രോക്കേഴ്സ് പ്ലാറ്റ്ഫോം അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രോക്കറിന്റെ എത്ര സിമ്പിൾ ആയിട്ടാണ്. അപ്പോൾ സെക്കൻഡ് മെത്തേഡാണ് ഡു ഇറ്റ് യുവർ സെൽഫ് ആൻഡ് ദിസ് ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് പോപ്പുലർ വേ to transact in the markets. The broker gives you access to the market via a trading terminal. After you log into the trading terminal, you can view live price quotes from the market and place orders yourself. For example, the Zerodha's trading platform is called Kite അല്ലേ. ഇപ്പോൾ ഡു ഇറ്റ് യുവർ സെൽഫ്, അതായത് നമ്മൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. നമുക്ക് ബ്രോക്കറിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ ബ്രോക്കർ എന്താണ് നമുക്ക് ട്രേഡിംഗ് ടെർമിനലിലേക്ക് ആക്സസ് തരും. അതുപോലെ തന്നെ നമുക്കൊരു ഐ ഡിയും ഒരു പാസ്വേഡും നമ്മുടെ ബ്രോക്കർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് എന്താണ് നിലവിൽ മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ വിലകൾ അതുപോലെ തന്നെ കമ്പനീസിൻ്റെ വിലകൾ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കാനും വിൽക്കുവാനും സാധിക്കും. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്തായാലും നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.